ഒറ്റപ്പാലം എന്ന് പറയുന്നത് അത് എൻ്റെ സ്ഥലമാണത്. ബിക്കോസ് ഞാൻ പട്ടാമ്പി, ഒറ്റപ്പാലം, പാലക്കാട് ഇതെല്ലാം എനിക്ക് പരിചിതമാണ്. പിന്നെ പ്രചരണത്തിന് തുടക്കം ഞാൻ പല സ്ഥലങ്ങളിലും പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ പോകാറുണ്ട്. അത് LS ആണെങ്കിലും ശരി, അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും. പിന്നെ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഞാനാണോ സ്ഥാനാർത്ഥി എന്നുള്ളൊരു ചോദ്യം ഉള്ളിൽ കൂടെ കിടപ്പുണ്ട് അവിടെ. അത് പറയേണ്ടത് പാർട്ടിയാണ്. അത് ഇതുവരെ പാർട്ടി ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ദെൻ ഐ ക്യാൻ കമ്മിറ്റ് ദാറ്റ് ഐ ആം ദിസ്. പക്ഷേ ഇന്നിപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന എൻ്റെ അനിയൻ ഇന്നിവിടെ ചുമരെഴുത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ പാലക്കാട് ഒറ്റപ്പാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ അർഹനായിട്ടില്ല ഇതുവരെയ്ക്ക്. അത് പാർട്ടി പറയട്ടെ. അതിനുശേഷം പ്രചരണം തുടങ്ങുകയാണോ? അനൗദ്യോഗികമായി BJP ഇനിയിപ്പോൾ ആര് പാർട്ടിയിൽ വന്നാലും ശരി അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഇവിടെ. അത്രയേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണോ ഇപ്പോൾ എനിക്ക് പറയാറായിട്ടില്ല ആരാണെന്നത്. അപ്പോൾ കൺഫേം വന്നതിന് ശേഷം മാത്രം ഞാൻ പറയാം ഇതെനിക്ക്. പക്ഷേ എന്തിനായാലും ശരി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഞാനല്ലെങ്കിലും ആ പ്രവർത്തനം ഇവിടെയും തുടങ്ങും. ഓൾ ഓവർ കേരള വേറെവർ എവിടേക്കാണ് എന്നെ ആവശ്യം വെച്ചാൽ ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കും. മതിയോ? സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് ആയിരിക്കാം. പക്ഷെ ഞാനതിനകത്ത് എനിക്ക് ഓഫീസിൽ നിന്നൊരു ഉത്തരവ് വന്നിട്ടില്ല നീ ആണെന്നുള്ളത്. അപ്പം അത് വരാതെ ഞാനത് പറയുന്നത് ശരിയല്ലോ. പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഉത്തരം പറയുന്നില്ല. കൺഫേം ആവുമെന്ന് വെയിറ്റ് ചെയ്യൂ. ദാറ്റ്സ് ഓൾ വാട്ട് ഐ വാണ്ട്. ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം എന്തെങ്കിലുമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കേട്ടാലും സത്യമായിരിക്കട്ടെ അല്ലേ? സത്യമായിരിക്കട്ടെ എന്നുള്ളത് ഇത്രയും 3 ഇലക്ഷൻസിൽ എൻ്റെ അടുത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറഞ്ഞ് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഇപ്രാവശ്യം എൻ്റെ അടുത്ത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെന്നുള്ളത് ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ അതാവുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.